ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. മാവൊന്നും പുളിപ്പിക്കാൻ വെക്കാതെ അരച്ച വഴിയെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ദോശയുടെ റെസിപ്പിയാണ്. കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം അരി വേണം. 1 കപ്പ് അരി അളന്നെടുത്തതാണ്. അത് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദോശ റൈസ് ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് ചേർക്കാം. പിന്നെ വേണ്ടത് പരിപ്പാണ്. 1/4 കപ്പ് തുവരപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുപയർ പരിപ്പ് വേണം. അതും ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ചുട്ടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് രാത്രി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാലും മതിയാവും. ഇനി നമുക്കിത് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 ബാച്ചസ് ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തീരെ നൈസായിട്ട് അരയ്ക്കരുത്. റവയുടെ ഒക്കെ ഒരു പരുവത്തിന് തരിതരിപ്പോടെ വേണം അതൊന്ന് അരച്ചെടുക്കാനായിട്ട്. മാവെല്ലാം അരച്ചതിന് ശേഷം ലാസ്റ്റ് മാത്രം ഈ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ഒരുപാട് അരച്ചെടുക്കരുത്. 1-2 തവണ കറക്കി എടുത്താൽ മതിയാവും. മുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടന്നാലാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഇത് മാവ് മുഴുവൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. അതേപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കായപ്പൊടി ചേർക്കാം. പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കായപ്പൊടി ചേർക്കുന്നത് വയറിനും നല്ലതാണ്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് കളറിന് അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന് ഈ സമയത്ത് ചതച്ച മുളക് അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുരുമുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ചതച്ച കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ ദോശയൊക്കെ ചുടുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കണം. പാൻ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നെങ്കിൽ തിന്നായിട്ട് അല്ലെങ്കിൽ കുറച്ച് മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കാം. കുറച്ച് മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടപ്പെടുത്ത് മാറ്റി ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തെളിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. മുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയം വരെ നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. കുറച്ച് എണ്ണ ചേർത്ത് തന്നെ ചുട്ടാലാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇതേപോലെ നമുക്ക് ദോശയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക.